2000 കൊല്ലത്തെ ഭാരതത്തിൻ്റെ സഭയുടെ ചരിത്രത്തിൽ അൽമായരാരും തന്നെ വിശുദ്ധയുടെ പദവിയുടെ പടവുകൾ കയറിയിട്ടില്ല. 3 പേർ മാത്രമാണ് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഗബ്രിയേലിയ, ഗൊൻസാലോ ഗാർഷ്യ, ഫ്രാൻസിസ് സേവിയർ, വിശുദ്ധ അൽഫോൺസാമ്മ എന്ന 3 പേർ. 2 പേർ പുരോഹിതന്മാരായിരുന്നു, ഒരാൾ കന്യാസ്ത്രീ. 6 പേർ ബ്ലസ്സഡ് സ്റ്റാറ്റസ് വരെ എത്തിയിട്ടുണ്ട്. അതിൽ 3 പേർ പുരോഹിതന്മാരും 3 പേർ കന്യാസ്ത്രീകളുമാണ്. വെനറബിൾ അല്ലെങ്കിൽ ധന്യൻ പദവിയിലെത്തിയ 2 പേരുണ്ട്. ഒരാൾ മെത്രാനാണ്, ഒരാൾ പുരോഹിതനാണ്. സെർവൻ്റ് ഓഫ് ഗോഡ് പദവിയിലെത്തിയ 2 പേരുണ്ട്. ഒരാൾ മെത്രാനാണ്, ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ്, മറ്റേയാൾ വൈദികനുമാണ്. എന്നാൽ ഈ 4 പദവികളിലും സെർവൻ്റ് ഓഫ് ഗോഡ്, ദൈവദാസൻ, ധന്യൻ അല്ലെങ്കിൽ വെനറബിൾ, ബ്ലസ്സഡ് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവൻ, പിന്നെ വിശുദ്ധൻ, ഈ 4 പദവികളിലും ഭാരതസഭയിൽ ഇതുവരെ ഒരു അൽമായൻ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. എന്നാൽ ആദ്യമായി ഒരു അൽമായൻ ഈ പടവുകൾ ചവിട്ടി കയറുവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് എടത്വായിലെ പുത്തൻപറമ്പിൽ തൊമ്മച്ചനാണ്. എടത്വ വളരെ പ്രസിദ്ധമായ ഒരു പുണ്യസ്ഥലമാണ്. തോമാസ് ലീഹായുടെ വരവുമായി ബന്ധപ്പെട്ട 7 പള്ളികൾക്ക് ശേഷം ആദ്യത്തെ 5 നൂറ്റാണ്ടുകളിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന 11 പള്ളികളാണ് ഉള്ളത്. അത് കഴിഞ്ഞ് 1-ാം സഹസ്രാബ്ദത്തോടിൻ്റെ അവസാനത്തോടുകൂടി സ്ഥാപിക്കപ്പെട്ട ദീർഘമായ പള്ളികളുടെ കൂട്ടത്തിൽ തീർത്ഥാടകരുടെ വരവ് കൊണ്ട് വളരെ പ്രസിദ്ധമായ പള്ളിയാണ് എടത്വ പള്ളി എന്ന് പറയുന്നത്. കേരളത്തിലെ മാത്രമല്ല, തമിഴ്നാട്ടിലെയും ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരും വന്ന് പ്രാർത്ഥിക്കുന്ന പ്രസിദ്ധമായ പള്ളിയാണ് എടത്വ പള്ളി. അവിടെ ഗീവർഗീസ് സഹദായുടെ ഒരു പ്രസിദ്ധമായ പ്രതിമയുണ്ട്, എടപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്രതിമ. ഇത് സാധാരണ സെൻറ്റ് ജോർജ് പ്രതിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. സെൻറ്റ് ജോർജ് പ്രതിമകൾ അല്ലെങ്കിൽ പടങ്ങൾ നമ്മൾ കാണുന്നത് 15-ാം നൂറ്റാണ്ടിന് മുമ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാന വിശുദ്ധനായി സെയിൻറ്റ് ജോർജ് മാറുകയും ആ സെൻറ്റ് ജോർജിനെ പ്രതിനിധീകരിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് എംപയറിൻ്റെ പെയിൻറ്റേഴ്സ് വരച്ച് നമുക്ക് നൽകിയിട്ടുള്ളതുമായ പ്രസിദ്ധമായ പെയിൻറ്റിങ്ങാണ്. ഫെലീനിയാണെന്ന് തോന്നുന്നു അതിലേറ്റവും നമ്മൾ ഉപയോഗിക്കുന്ന പടം വരച്ചത്. അവിടെ മുമ്പോട്ട് പോകുന്ന ഒരു കുതിരപ്പുറത്തിരിക്കുന്ന റോമൻ പടയാളി അല്ലെങ്കിൽ ട്രിബ്യൂൺ മുമ്പിൽ കിടക്കുന്ന വ്യാളിയെ കുത്തുന്ന രീതിയിലാണ് ആ പടം ഷേപ്പ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എടത്വ സെൻറ്റ് ജോർജ് പള്ളിയിൽ വരുമ്പോൾ അവിടെ ആ രൂപം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് വളരെ പ്രത്യേകതയോടുകൂടിയാണ്. കുതിര മുമ്പോട്ട് പോവുകയാണ്, പക്ഷേ വിശുദ്ധൻ വിശ്വാസികളുടെ നേരെ തിരിഞ്ഞ് അനുഗ്രഹം ചൊരിയുന്ന രീതിയിലാണ് ആ പ്രതിമ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ പ്രത്യേകതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. വലത്തോട്ട് തിരിഞ്ഞ് വിശ്വാസികളുടെ നേരെ അനുഗ്രഹം ചൊരിയുന്ന ഒരു പ്രതിമയായിട്ടാണ് എടത്വ പള്ളിയിൽ സെയിൻറ്റ് ജോർജ് വയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ പള്ളിയുടെ വലിയ പ്രസിദ്ധിയും അതിൻ്റെ വിശുദ്ധിയും ഒക്കെ അവിടെ പലപ്പോഴും പോയി പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. ആ വലിയ ഇടവകയിലാണ് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ജനിച്ചത്. അദ്ദേഹം ജനിച്ച കുടുംബം ഭാരതസഭയിലെ തോമാസ് ലീഹായുടെ വരവുമായി ബന്ധപ്പെട്ട 4 കുടുംബങ്ങളിൽ ഒന്നുമായി ബന്ധപ്പെട്ടതാണ്. പകലോമുറ്റം, കള്ളി, കള്ളിയാങ്കൽ, ശങ്കരപുരി എന്ന 4 ബ്രാഹ്മണ കുടുംബങ്ങളെ മാനസാന്തരപ്പെടുത്തിയെന്നും അതിൽ പകുലോമുറ്റത്തിന് മെത്രാൻ സ്ഥാനവും ശങ്കരപുരിക്ക് വൈദിക സ്ഥാനവും ഒക്കെ കൊടുത്തു എന്നൊക്കെ ഐതിഹ്യത്തിലും കഥയിലുമൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. അതിൽ ശങ്കരപുരി എന്ന കുടുംബത്തിൻ്റെ ഭാഗമായി എടത്വായിലുണ്ടായിരുന്ന തെക്കടത്ത് പുത്തൻപറമ്പിൽ കുടുംബത്തിലാണ് പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ ജനിച്ചത്. അച്ഛനായ ഫിലിപ്പോസും അമ്മ ത്രേസ്യാമ്മയുടെയും ഏക മകനായിട്ടാണ് ജനനം. ആ കുട്ടി ജനിച്ച് 2.5 വയസ്സായപ്പോൾ അച്ഛൻ ഫിലിപ്പോസ് അകാലത്തിൽ മരിച്ചുപോയി. അമ്മ ആ കുട്ടിയെ
വളരെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളർത്തി. വളരെ പ്രത്യേകതയോടു കൂടിയുള്ള ഒരു കണ്ടുപിടുത്തം മഗ്രോ ഹിൽ കമ്പനി അവരുടെ എൻസൈക്ലോപ്പീഡിയ ഓഫ് ബയോഗ്രഫീസ് പബ്ലിഷ് ചെയ്തപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൽ മഹാന്മാരായവരിൽ ഭൂരിപക്ഷം പേർക്കും ചെറുപ്പത്തിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടപ്പെട്ടവരാണ് എന്നൊരു കണക്കാണ് മഗ്രോ ഹിൽ കമ്പനി അവതരിപ്പിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെട്ട പുത്തമ്പറമ്പിൽ തൊമ്മച്ചനെ അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും വിശ്വാസത്തിലുള്ള ജീവിതവും ആകർഷിക്കുകയും ആ ഒരു വലിയ പാതയിലേക്ക് ആ കുട്ടി നടന്നെടുക്കുകയും ചെയ്യുകയായിരുന്നു. സാധാരണ അക്കാലത്ത് വളരെ ചെറുപ്പത്തിലാണ് കുട്ടികളെ, ആ പ്രായത്തിലാണ് വിവാഹം. 1836 ജൂലൈ 8 പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ ജനിച്ചത്, സെൻറ്റ് തോമസ് ഡേ കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അന്നത്തെ പതിവനുസരിച്ച് ഒരു 15-16 വയസ്സാവുമ്പോഴേ ആൺകുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. തൊമ്മച്ചൻ ആ പ്രായത്തിൽ വിവാഹം കഴിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെ വിവാഹത്തോട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു എന്ന് സംശയിക്കേണ്ട ഒരു കഥാതന്തുവാണ്. എന്നാൽ 20 വയസ്സാവുമ്പോൾ ഏക മകനാണ്. ആ മകൻ സന്യാസത്തിലൊക്കെ പോകാതെ വിവാഹം കഴിച്ച് തൻ്റെ സന്തതി പരമ്പരകൾ കൊണ്ടുപോകണം എന്ന് അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. മഹാനായ ശങ്കരാചാര്യർ സന്യസിക്കാൻ പോയപ്പോൾ അമ്മ എതിർത്തതും പെരിയാറ്റിൽ വെച്ച് മുതൽ പിടിച്ചതുമായ കഥ കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രസിദ്ധമായ കഥയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ സന്യാസത്തിന് പോകാൻ ആഗ്രഹിച്ചു എങ്കിലും പറ്റാതെ 20ാമത്തെ വയസ്സിൽ വിവാഹം അദ്ദേഹം കഴിക്കുകയാണ്. പുളിങ്കുന്നിലെ പള്ളിക്കുന്ന് കുട്ടുമ്മേൽ എന്ന് പറയുന്ന കുടുംബത്തിൽ അന്നാമ്മ എന്ന് പറയുന്ന മഹതിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. 3 കുട്ടികൾ ആ വിവാഹത്തിൽ ഉണ്ടായി. എന്നാൽ 8 വർഷം കഴിഞ്ഞപ്പോൾ തൊമ്മച്ചൻ്റെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന് 28 വയസ്സുള്ളപ്പോൾ അദ്ദേഹം സന്യാസത്തിലേക്കുള്ള ഒരു യാത്ര ആരംഭിക്കുകയാണ്. വിവാഹിതരായ ഒരാൾ സന്യാസിയാവാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഭാരത സംസ്കാരത്തിൽ ഉദിക്കുന്നില്ല. കാരണം ഭാരത സംസ്കാരത്തിലെ മഹാന്മാരായ ഋഷിവര്യന്മാരിൽ ഭൂരിപക്ഷവും വിവാഹം കഴിച്ചവരായിരുന്നു. വളരെ പ്രസിദ്ധരായ സന്യാസിനികളിൽ പല സ്ത്രീകളും വിവാഹം കഴിച്ചവരായിരുന്നു. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും സ്വാധീന കാലഘട്ടത്തിലാണ് അവിവാഹിതരായ സന്യാസിമാരുടെ നിര ഭാരതത്തിൽ പ്രകടമായി വരുന്നത്. 4ാം നൂറ്റാണ്ട് വരെയുള്ള പാശ്ചാത്യ സഭയിലും സിറിയൻ സഭയിലും വിവാഹം കഴിച്ചവർ സന്യസിക്കാനും പൗരോഹിത്യത്തിൽ വന്നിരുന്നു എന്ന ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. മാർപ്പാപ്പമാർ വരെ 12ഓളം പേർ വിവാഹിതരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ 4ാം നൂറ്റാണ്ടിന് ശേഷം സന്യസ്തർ വിവാഹിതരാവാൻ പാടില്ല എന്ന പ്രസിദ്ധമായ കൽപ്പന മാർപ്പാപ്പ ഇറക്കിയതോടുകൂടി വിവാഹിതരല്ലാത്ത ഒരു സന്യാസി പ്രസ്ഥാനം ഉണ്ടായി. സിറിയയിലെ പ്രസിദ്ധമായ മെൻഡിക്കൻ്റ് മൂവ്മെൻറ്റ് വരുമ്പോൾ ഓറിയൻ്റൽ ഫാദേഴ്സ് അവിവാഹിതരായ സന്യസ്തരായി മാറി. അങ്ങനെ സഭയുടെ പാരമ്പര്യത്തിലാണ് ഇതുണ്ടായത്. അപ്പോൾ വിവാഹിതനായ തൊമ്മച്ചന് സന്യാസത്തിലേക്ക് പോകണം എന്ന് ആകർഷണം ഉണ്ടായപ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ 28 വയസ്സിൽ അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹം കയറ് പിരിച്ച് ഒരു അരക്കെട്ടുണ്ടാക്കി അത് വഹിക്കുവാനായി തുടങ്ങി. അദ്ദേഹത്തിന് ഏതാണ്ട് 30ഓളം ഫോളോവേഴ്സും ഉണ്ടായിരുന്നു. അവരും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭാഗമായി അരക്കെട്ടിൽ കൊണ്ടൊരു കയറ് കെട്ടി നടക്കുന്ന ഒരു പതിവുണ്ടായി. അങ്ങനെ അത് ധരിച്ചപ്പോൾ ചുറ്റുമുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവർ കയറ് കെട്ടികളുടെ സംഘം എന്നവരെ കളിയാക്കി വിളിക്കുവാൻ തുടങ്ങി. തന്നെയുമല്ല, തൊമ്മച്ചൻ ഒരു വലിയ വേഷം, ഒരു ഓവറോൾ പോലെയുള്ളൊരു വേഷം ധരിക്കുവാൻ തുടങ്ങി. ഒരു ഗൗൺ പോലൊരു വേഷം ധരിക്കാൻ തുടങ്ങി. ആ മേലങ്കി ഒരർത്ഥത്തിൽ അന്നത്തെ ആളുകൾക്ക് അരോചകമായ ഒന്നായിരുന്നു. കാരണം ശരീരം മറയ്ക്കാതെ നടക്കുന്ന ഒരു പതിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. കാരണം കേരളം ചൂടുള്ള സ്ഥലമാണ്, പെട്ടെന്ന് വിയർക്കും. അപ്പോൾ വസ്ത്രവും അടിവസ്ത്രവും ഇട്ടുകൊണ്ട് നടന്നാൽ ഈ വിയർപ്പ് അസഹനീയമായി വരും. എന്നാൽ അന്നത്തെ ആളുകൾ
ഒരു മുണ്ടുടുക്കുക, ഒരു മേൽമുണ്ട് വേണമെങ്കിൽ ധരിക്കുക എന്ന് മാത്രമേ അന്നത്തെ വസ്ത്രധാരണ രീതിയായി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന ഒരു കോട്ട് ഇടുമ്പോൾ അത് ആളുകൾക്ക് അല്പം മാറ്റത്തെ സ്വീകരിക്കാൻ എപ്പോഴും മനുഷ്യൻ തയ്യാറല്ലാത്തതുകൊണ്ട് അരോചകമായി തീർന്നു. പക്ഷേ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഉറച്ച് ഒരു പുതിയ ജീവിത രീതിയായി അവർ അത് ഫോളോ ചെയ്തു വന്നു. ഇതവിടുത്തെ വല്യച്ഛന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവമാണ്. അന്ന് ലെവീഞ്ച് മെത്രാൻ എന്ന് പറയുന്ന മെത്രാന് മുമ്പുണ്ടായിരുന്ന മെത്രാപ്പൊലീത്ത ഇടവകയിലെത്തുകയും അദ്ദേഹം വന്നപ്പോൾ ഈ കുപ്പായം ഊരിയിട്ട് മാത്രമേ മെത്രാൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാവൂ. സാധാരണക്കാർ വരുന്നത് പോലെയുള്ള ഒരു പ്രത്യക്ഷപ്പെടൽ. കാരണം രാജാവും തിരുമേനിയൊക്കെ വരുമ്പോൾ ഈ മേൽമുണ്ടെടുത്ത് അരയിൽ കെട്ടി തല കുനിച്ച് നിൽക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ പതിവ്. അതുകൊണ്ട് തന്നെ അരയിൽ കെട്ടാൻ പറ്റാത്തൊരു വേഷം കൊണ്ട് വരുന്നത് ഒരു അനുസരണക്കേട് പോലെയാണ് എന്ന് വല്യച്ഛന് തോന്നി. അതിന് വല്യച്ഛൻ പറഞ്ഞു, ഈ കുപ്പായം ഊരിയിട്ട് മാത്രമേ അങ്ങോട്ട് ചെല്ലാവൂ എന്നായിരുന്നു കൽപ്പന. അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ലല്ലോ, ഞാൻ തിരുമേനിയെ കണ്ട് നേരിട്ട് തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മെത്രാൻ്റെ അടുത്ത് ചെന്നപ്പോൾ യൂറോപ്പുകാരനായ മെത്രാന് അവിടെ ശരീരം മറയ്ക്കുന്ന പതിവുള്ളതിനാൽ ഈ തൊമ്മച്ചൻ്റെ വേഷം സർവ്വതാ യോഗ്യമാണ് എന്ന് മനസ്സിലാവുകയും അദ്ദേഹത്തോട് നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഗ്രഹിച്ച ശേഷം പോവുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പോയിക്കഴിഞ്ഞ് അരമനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വരാപ്പുഴയിൽ നിന്ന് കൽപ്പന വന്നു, എല്ലാവരും മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പള്ളിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം എന്ന അനുവാദമുണ്ടായി എന്നുള്ളതാണ് ചരിത്രത്തിലെ ഭാഗം. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഭക്തി പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. 1865 അദ്ദേഹം ഈ പുതിയ പ്രസ്ഥാനത്തിന് രൂപവും ഭാവവും നൽകിയത്. എന്നാൽ ഏതാനും വർഷങ്ങൾക്കകം ആ പ്രസ്ഥാനം ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു സന്യാസി പ്രസ്ഥാനം കേരളത്തിൽ വരുവാനുള്ള കാരണഭൂതം അല്ലെങ്കിൽ ബീജാഭാവം ആയിത്തീരുകയാണ് ചെയ്തത്. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന മഹാനായ വിശുദ്ധനാണ് ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറയുന്ന വിശുദ്ധൻ. ധനികനായ വസ്ത്രവ്യാപാരിയുടെ മകനായി ജനിച്ച് എല്ലാം ഉപേക്ഷിച്ച് പുതിയ ഭക്തി പ്രസ്ഥാനത്തിന് രൂപാന്തരം കൊടുത്തത് ഫ്രാൻസിസ് ഓഫ് അസീസി ആണ്. കർത്താവ് പുൽത്തൊട്ടിയിൽ ജനിച്ചതുപോലെ 3 ദിവസം പ്രസവവേദന കഴിഞ്ഞിട്ടും കുഞ്ഞ് ജനിക്കാത്തതിനാൽ അതുവഴി വന്ന വിശുദ്ധനായ പുരോഹിതൻ്റെ ഉപദേശപ്രകാരം പുൽത്തൊട്ടിയിൽ കൊണ്ടുപോയി അമ്മയെ കിടത്തിയപ്പോൾ പ്രസവിക്കുകയും അങ്ങനെ ഫ്രാൻസിസ് ഓഫ് അസീസി ജനിക്കുകയും ചെയ്തു. കർത്താവിനെ പോലെ പുൽത്തൊട്ടിയിലാണ് അദ്ദേഹവും ജനിച്ചത്. ക്രിസ്മസ് ക്രിബ് ലോകം മുഴുവൻ പ്രസിദ്ധമാക്കിയത് പുൽത്തൊട്ടിയിലെ ആ രൂപം പ്രാർത്ഥനാഭാവമാക്കി ഫ്രാൻസിസ് ഓഫ് അസീസി മാറ്റിയപ്പോഴാണ്. പക്ഷേ ചരിത്രത്തിൽ അതിൻ്റെ വലിയ സ്ഥാനം മറ്റൊന്നാണ്. ഫ്യൂഡലിസത്തിൻ്റെ ആ വലിയ സ്വാധീനത്തിൽ സഭ സുഖലോലുപതയിൽ ആടുന്ന ഒരു പൗരോഹിത്യവും അതിനോടൊപ്പം നിൽക്കുന്ന ഭൂപ്രഭുക്കന്മാരുടെ ഒരു സഭയുമായി മാറിയ കാലഘട്ടത്തിൽ സഭയെ സാമാന്യ ജനങ്ങളുടെ ദരിദ്രരുടെ സഭയാക്കി മാറ്റി ഫ്യൂഡലിസത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്ന് സഭയെ രക്ഷിച്ചത് 13ാം നൂറ്റാണ്ടിൽ മഹാനായ ഫ്രാൻസിസ് ഓഫ് അസീസി നേടിയെടുത്ത വൻപിച്ച ഒരു നേട്ടമാണ്. 13ാം നൂറ്റാണ്ട് കത്തോലിക്കാ സഭയുടെ പാരമ്യം എന്ന് പറയുന്ന നൂറ്റാണ്ടാക്കി മാറ്റിയത് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ വലിയ സേവന ഫലമാണ്. 13ാം നൂറ്റാണ്ടിൽ യൂറോപ്പിന് പറ്റിയ സാഹചര്യമായിരുന്നു 19ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ നടന്ന ഒരു സാഹചര്യം. ക്രിസ്ത്യാനികൾ കച്ചവടം ചെയ്ത് കൃഷിയിൽ ഉന്നതി പ്രാപിച്ച് മിഷണറിമാർ കൊണ്ടൊന്നും വിദ്യാഭ്യാസം നേടി കേരളത്തിലെ ഒരു ഫ്യൂഡൽ ലാൻഡ് ലോഡ്സിൻ്റെ ഒരു സഭയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ നിന്ന് അതിനെ മാറ്റി സംരക്ഷിച്ചെടുക്കുവാനുള്ള വലിയൊരു പ്രസ്ഥാനമായി ഈ ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡറിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഫ്രാൻസിസ് ഓഫ് അസീസി സന്യാസിമാർക്കൊരു പ്രസ്ഥാനം തുടങ്ങി, സന്യാസിനിമാർക്കൊരു പ്രസ്ഥാനം തുടങ്ങി. എന്നാൽ മൂന്നാമത് അൽമായർക്കും പുരോഹിതരാവാത്ത ബ്രദേഴ്സിനും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനെ ഫ്രാൻസിസ്കൻ സെക്കുലേഴ്സ് എന്നാണ് ഇപ്പോൾ അതിനെ വിളിക്കുന്ന പേര്. ഈ വലിയ പ്രസ്ഥാനം കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെ വലിയ ഒരു പങ്ക് ഈ പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ്റെ ശ്രമഫലമായി ഉണ്ടായി. ആദ്യം അവർക്ക് ആരാധനാ കേന്ദ്രങ്ങളുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒത്തുകൂടാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നില്ല. മുത്തോലിയിൽ അതിനായി ഒരു കെട്ടിടവും സ്ഥലവും ലഭിക്കുകയും അവിടെ നല്ല ഒരു ആശ്രമം പോലെ അവർ അത് കെട്ടിപ്പടുക്കുകയും ചെയ്തു.
അവരുടെ മൂപ്പൻ സ്ഥാനത്തേക്ക് തൊമ്മച്ചനെ തന്നെ തിരഞ്ഞെടുക്കുകയും ശിഷ്ട ജീവിതകാലം അദ്ദേഹം ആ ശ്രേഷ്ഠൻ എന്ന് മലയാളത്തിൽ വിളിക്കുന്ന സ്ഥാനമാണ്, സഭയുടെ ശ്രേഷ്ഠനായി ശിഷ്ട ജീവിതകാലം അദ്ദേഹം ആ സ്ഥാനം വഹിക്കുകയും ചെയ്തു. 1873 കഴിഞ്ഞപ്പോഴേക്കും അത് വിശാലമായൊരു പ്രസ്ഥാനമായി രൂപാന്തരം പ്രാപിക്കാൻ തുടങ്ങി. 32 സ്ഥലത്ത് അതിന് ശാഖകളുണ്ടായി. ആ വലിയ ശാഖകളിലൂടെ ഈ ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡർ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വലിയ സംരംഭങ്ങളിൽ ഒന്നായി മാറി. തൊമ്മച്ചൻ്റെ സ്വഭാവം ഇങ്ങനെ ആവുന്നതിന് ചില കാരണഭൂതമായ സംഭവങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1906 തൊട്ട് 1910 വരെ അവിടെ വികാരിയായി വന്ന, ഇപ്പോൾ ധന്യൻ പദവിയിലെത്തിയിരിക്കുന്ന തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ വികാരിയായിരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ നടന്ന ചില സംഭവങ്ങൾ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹത്വം ഒരുപക്ഷെ ടെസ്റ്റ് ചെയ്യാനായിരിക്കണം ആ രീതിയിൽ അദ്ദേഹം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം പള്ളിയിൽ ചെന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വികാരി അച്ഛനെ ഒന്ന് വണങ്ങിയിട്ടേ തൊമ്മച്ചൻ വീട്ടിൽ പോയിരുന്നുള്ളൂ. അങ്ങനെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ചട്ടിയിൽ കഞ്ഞി കൊടുത്തു. മാന്യനായ സ്ഥലത്തെ ധനാഢ്യനായ ഒരു വ്യക്തി സന്യാസിയായി ജീവിക്കുന്നുവെങ്കിലും ചട്ടിയിൽ കഞ്ഞി കൊടുക്കുക എന്ന് പറയുന്നത് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ യാതൊരു മുഖഭാവ വ്യത്യാസമില്ലാതെ അദ്ദേഹം ചട്ടിയിൽ കഞ്ഞി കുടിച്ചു. മറ്റൊരിക്കൽ ഇരിക്കാൻ കസേര കൊടുക്കാതെ തറയിലിരുത്തിയാണ് ആഹാരം കൊടുത്തത്. തൊമ്മച്ചനത് ഭംഗിയായി തറയിലിരുന്ന് കഴിച്ചു. പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച ശേഷമാണ് പോയത്. അപ്പോൾ ആ താഴ്മയും വിനയവും ടെസ്റ്റ് ചെയ്യാനുള്ള, വിശുദ്ധ പദവിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന കുര്യാളശ്ശേരി പിതാവ് അച്ഛനായിരുന്നപ്പോൾ ഈ തൊമ്മച്ചനെയും ടെസ്റ്റ് ചെയ്തിരുന്നു എന്നാണ് പല ജീവചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു തവണ പള്ളി കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അല്പം താമസിച്ചു പോയി തൊമ്മച്ചൻ വരാൻ. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ഈ ബാക്കിയുള്ള കമ്മിറ്റിക്കാരോടെല്ലാം ക്ഷമ ചോദിക്കുക. നിങ്ങൾ കാരണം ഇവരുടെയൊക്കെ കുറേ സമയം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളെല്ലാവരോടും ക്ഷമ ചോദിക്കണം. ഇപ്പോൾ പലപ്പോഴും മീറ്റിങ്ങിന് താമസിച്ചെന്ന് ആയിരക്കണക്കിന് ആളുകൾ ക്ഷമ ചോദിക്കാൻ പറ്റുമോ? പറ്റിയല്ല. തൊമ്മച്ചൻ ഓരോരുത്തരുടെയും മുമ്പിൽ മുട്ടുകുത്തി ക്ഷമ ചോദിച്ചു. എല്ലാവരുടെയും മുമ്പിൽ മുട്ടുകുത്തി ക്ഷമ ചോദിച്ച് കഴിഞ്ഞ് തൊമ്മച്ചൻ എത്തിയപ്പോൾ അച്ഛൻ എഴുന്നേറ്റ് അച്ഛനിരുന്ന കസേര തൊമ്മച്ചന് കൊടുത്തു. തന്നെയുമല്ല, അച്ഛൻ്റെ തൊപ്പിയെടുത്ത് തൊമ്മച്ചൻ്റെ തലയിൽ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റ് നിന്ന് തോമാച്ചൻ ഒരു പ്രസംഗം ചെയ്തു. പിന്നീട് തോമസ് കുര്യാളശ്ശേരി പിതാവായ അച്ഛൻ ഒരു പ്രസംഗം ചെയ്തു. ക്രിസ്ത്യാനികൾക്ക് ആവശ്യമായ താഴ്മയും വിനയവും എന്താണ് എന്ന് തൊമ്മച്ചൻ നമുക്ക് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് ഇത് അനുകരണീയമായ ഒന്നാണ് എന്ന് അച്ഛൻ പ്രസംഗിച്ചു എന്നുള്ളതാണ്. മറ്റൊരിക്കൽ സന്യാസത്തെപ്പറ്റി മറ്റുമൊക്കെ വിശാലമായി പ്രസംഗിച്ച് അല്ലെങ്കിൽ ബോധനം കൊടുത്ത ശേഷം ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീ വന്ന് തൊമ്മച്ചൻ്റെ കവളത്ത് ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. തൊമ്മച്ചനെ അടിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഓടി ക്രുദ്ധരായി വന്ന് ആ സ്ത്രീയെയും ഭർത്താവിനെയും ആക്രമിക്കണം എന്ന് ഒരു ചിന്തയിൽ വന്നു. തൊമ്മച്ചൻ പറഞ്ഞു, നിങ്ങളെ ആരെയും ആ സ്ത്രീ അടിച്ചില്ലല്ലോ, എന്നെയല്ലേ അടിച്ചത്. ഞാനത് എപ്പോഴേ ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങളെല്ലാം മടങ്ങിപ്പോവുക. അവനവൻ്റെ പ്രവൃത്തിക്ക് അവനവൻ തന്നെയാണ് ശിക്ഷ കിട്ടുന്നത്, അല്ലാതെ മറ്റൊരാൾക്ക് നിയമം കയ്യിലെടുക്കാനും ശിക്ഷ നടപ്പാക്കാനൊന്നും അവകാശമില്ല. അതുകൊണ്ട് ആ സ്ത്രീയെ അടിക്കാൻ വന്ന ക്രുദ്ധരായ ആളുകളെ മുഴുവൻ തൊമ്മച്ചൻ പിന്മാറ്റി എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഇതൊരു വ്യക്തിയുടെ വൈഭവത്തെ മനസ്സിലാക്കാൻ വേണ്ടി ആ ജീവിതത്തിലെ അപൂർവമായി നടക്കുന്ന ചില സംഭവങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ബയോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന സംഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ വലിയ മഹത്വം എപ്പോഴും പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡർ വളരെ ഭംഗിയായി സ്പ്രെഡ് ചെയ്തപ്പോൾ അതിന് 2-3 രംഗത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തൊമ്മച്ചന് ചെയ്യാൻ കഴിയും. അതിലൊന്ന് SC/ST വിഭാഗക്കാരായ ആളുകളുടെ ഇടയിൽ നടത്തിയ പ്രവർത്തനമാണ്. അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവരോടൊപ്പം ജോലി ചെയ്യുകയും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് പരിഹരിച്ചു കൊടുക്കുവാനും അദ്ദേഹം പ്രത്യേകം ബദ്ധശ്രദ്ധനായിരുന്നു. അവർക്ക് സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ,
അവരുടെ കുടുംബങ്ങളിൽ വിവാഹം നടക്കുമ്പോൾ അതിന് സഹായിക്കാൻ, അവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ അദ്ദേഹം അന്ന് ധനം സമ്പാദിക്കാൻ കഴിയുന്ന ആളുകളിൽ നിന്ന് പണം പിരിച്ചെടുക്കുകയും അവരുടെ റോട്ടി കപ്പട ഓർ മക്കാൻ എന്ന് ഹിന്ദിയിൽ പറയുന്ന പോലെയുള്ള ഭക്ഷണം, വസ്ത്രം, കിടപ്പാടം, ഈ 3 പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ വളരെ പൊതുജനങ്ങളിടയിൽ പോപ്പുലറാക്കുകയും 200ഓളം പേർ വിശ്വാസത്തിലേക്ക് വരികയും ചെയ്തു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. ആദ്യത്തെ പ്രവർത്തന മേഖലയിൽ ഇത് വളരെ പ്രത്യേകതയോടുകൂടിയ ഒരു പ്രവർത്തന മേഖല ആയിരുന്നു. രണ്ടാമതായി തൊമ്മച്ചൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടുത്തെ ആളുകളുടെയിൽ പ്രവർത്തിക്കുമ്പോൾ അനാചാരങ്ങൾ എന്ന് പറയുന്ന ആചാരങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രവർത്തനമായിരുന്നു. അതിലേറ്റവും ശ്രദ്ധിച്ചിരുന്നത് വിശുദ്ധ കുർബാനയോടുള്ള വലിയ ഭക്തി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. തോമസ് കുര്യാളശ്ശേരി പിതാവ് പിന്നീട് ദിവ്യകാരുണ്യ ഭക്തി വ്യാപിപ്പിക്കുകയും SABS എന്നൊരു സന്യാസിനി പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മൾ മനസ്സിലാക്കും. തോമാച്ചനും ഒരുമിച്ച് എടത്തുവായിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വ്യാപിപ്പിക്കുവാനും അതൊരാചാര അനുഷ്ഠാനമാക്കി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുവാനും പ്രത്യേകമായി ശ്രദ്ധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മൂന്നാമതായി അന്ന് ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചിരുന്ന 2-3 തരം ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് കുഷ്ഠരോഗ ബാധിതരായിരുന്നു. കുഷ്ഠരോഗത്തിന് അന്ന് പ്രതിവിധി കണ്ടുപിടിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും പൊതുനിരത്തിലിറങ്ങിയാൽ അവരെ അടിച്ചോടിക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെയാണ് ക്ഷയരോഗത്തിനും അന്ന് പ്രതിവിധി കണ്ടുപിടിച്ചിരുന്നില്ല. തൊമ്മച്ചൻ്റെ കാലഘട്ടത്തിന് ശേഷം ഒരു 20 വർഷത്തിനകം 2 രോഗങ്ങൾക്കും എഫക്റ്റീവായ മരുന്ന് കണ്ടുപിടിക്കുകയും ഇന്ന് 2 രോഗങ്ങളും ഭയാനകമല്ലാത്ത രോഗങ്ങളായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള തീരാ രോഗികളെ തൊമ്മച്ചൻ പോയി ശുശ്രൂഷിക്കുകയും അവരെ ഒരുമിച്ച് കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ ചികിത്സ അന്നത്തെ രീതിയിൽ ചെയ്യാവുന്ന ചികിത്സകളൊക്കെ ചെയ്ത് അവർക്ക് മരണത്തിലേക്ക് നല്ല രീതിയിൽ മുന്നേറാനുള്ള ഒരു പ്രതീക്ഷ കൊടുത്ത് അവരെ സംരക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. 100 കണക്കിന് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു വലിയ ശുശ്രൂഷാ ദൗത്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നടപ്പാക്കി. ഈ സമയത്താണ് ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡർ എന്ന് പറയുന്നതിൻ്റെ സന്യാസിനി പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവം ഉണ്ടായത്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ശാന്താളമ്മ എന്ന് പറയുന്ന ആദ്യത്തെ കന്യാസ്ത്രീകളിൽ ഒരാൾ നമുക്ക് നൽകുന്ന ചില അനുഭവ പാഠങ്ങളാണ്. അവർ ഒരിക്കൽ പള്ളിയിൽ ആരാധനയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അവിടെ കുര്യാളശ്ശേരി മെത്രാച്ചൻ വന്ന് ഭക്തിയെപ്പറ്റി പ്രസംഗിക്കുകയും തിരുഹൃദയ ഭക്തിയെപ്പറ്റി പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിനിടയിൽ സന്യാസിനി പ്രസ്ഥാനങ്ങളെപ്പറ്റിയും ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡറിനെ പറ്റിയും സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഉടൻ തന്നെ തനിക്ക് സന്യാസിനി ആവണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ശാന്താൾ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് സന്യാസിനി ആവുകയും ചെയ്തു. ഈ ശാന്താളമ്മ ജീവിതാനുഭവമായി രേഖപ്പെടുത്തിയിരിക്കുന്ന 1-2 സംഭവങ്ങളുണ്ട്. അതിലൊന്ന്, അവർക്ക് നല്ല ഒരു സന്യാസിനി ആശ്രമം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സന്യാസിനി ആശ്രമം ഉണ്ടാക്കാൻ എടത്തുവ പള്ളിക്ക് കഴിയും എന്ന് മെത്രാനച്ചൻ പറയുകയും അതുകൊണ്ട് നേരെ എടത്തുവ പള്ളിയിൽ വന്ന് വികാരിയച്ഛനോട് ചില സൗകര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാനായി വരികയും ചെയ്തു. അവർ എടത്തുവ പള്ളിയിൽ അച്ഛനെ വന്ന് കാണുമ്പോൾ ആ സമയത്ത് പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അച്ഛനോട് ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പുത്തമ്പറമ്പിൽ തൊമ്മച്ചനോട് ചോദിച്ചു, ഈ 8 കന്യാസ്ത്രീകളെ നമുക്ക് എവിടെയാണ് താമസിപ്പിക്കാൻ കഴിയുക? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ താമസിക്കുകയാണ് ഏറ്റവും എളുപ്പം. മറ്റൊരു സ്ഥലം കണ്ടുപിടിച്ച് കെട്ടിടമൊക്കെ വെച്ച് എന്നെ താമസിപ്പിച്ച് വരാൻ പ്രയാസമാണ്. ശരി, അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് പുത്തമ്പറമ്പിൽ തോമച്ചൻ്റെ വീട്ടിൽ വരുമ്പോഴാണ് മറ്റ് സാധാരണ സൗകര്യങ്ങളില്ലാത്തതിനാൽ കാലിത്തൊഴുത്തിനെ കന്യാസ്ത്രീ ഗുണമാക്കാം എന്നായിരുന്നു തീരുമാനം. അങ്ങനെ തൊമ്മച്ചൻ്റെ കാലിത്തൊഴുത്ത് വൃത്തിയാക്കി അത് റിപ്പയർ ചെയ്ത് അവിടെ കന്യാസ്ത്രീകൾ മഠം ആരംഭിച്ചു എന്നുള്ളതാണ്. കാലിത്തൊഴുത്ത് ജനിച്ച യേശുക്രിസ്തുവിൻ്റെ പിൻഗാമിയായി
കാലിത്തൊഴുത്തിൽ ജനിച്ച ഫ്രാൻസിസ് അസീസിയുടെ പിൻഗാമിയായി ഒരു പ്രസ്ഥാനം, ഒരു കാലിത്തൊഴുത്തിൽ ആരംഭിച്ചു എന്നുള്ളത് വളരെ ചരിത്രത്തിൽ വായിക്കുമ്പോൾ അല്പം കൗതുകത്തോടുകൂടിയാണെങ്കിലും അതൊരു ഭയങ്കര കോയിൻസിഡൻസായി നമുക്ക് തോന്നുകയാണ്. ശാന്താളമ്മ അവരുടെ ജീവിതത്തിൽ പുത്തമ്പറമ്പിൽ തൊമ്മച്ചനെ പറ്റിയുള്ള നിരവധി കാര്യങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നാണ് തൊമ്മച്ചൻ്റെ മരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. 1908 കുര്യാളശ്ശേരി മെത്രാച്ചൻ അവിടെ വികാരിയായിരിക്കുമ്പോൾ 72 വയസ്സ് തികയുന്ന സമയം തൊമ്മച്ചൻ നവംബർ 1-ാം തീയതിക്ക് തൊട്ട് മുമ്പ് ഒക്ടോബർ 31-ാം തീയതി ദിവസം തൻ്റെ കൂടുള്ള അനുയായികളെയെല്ലാം വിളിച്ചു വരുത്തി പറഞ്ഞു, പുത്തമ്പറമ്പിൽ തൊമ്മച്ചൻ നൽകുന്ന കടശി സന്ദേശം, അവസാനത്തെ സന്ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സന്ദേശം കൊടുത്തത്. തന്നെയുമല്ല, നവംബർ 1-ന് മരണമുണ്ടാവും എന്നൊരു സൂചന അദ്ദേഹം നൽകി. കാരണം 908 ജനുവരി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് താടി വളർത്തുന്നൊരു സ്വഭാവം ഉണ്ടായി. അതുവരെ താടിയില്ലാത്ത ആൾ താടി വളർത്താൻ തുടങ്ങി. കുര്യാളശ്ശേരി മെത്രാച്ചൻ അന്ന് വികാരിയച്ഛനാണ്. അദ്ദേഹം പറഞ്ഞു, തൊമ്മച്ചൻ ഈ താടി അങ്ങ് എടുത്തോടെ എന്ന് ചോദിച്ചു. തൊമ്മച്ചൻ പറഞ്ഞു, നവംബർ 1-ന് താടി എടുത്തോളാം എന്ന് പറഞ്ഞു. കാരണം നവംബർ 1-ന് മരിച്ച ആളിനെ ഷേവ് ചെയ്യുന്നൊരു സിസ്റ്റം എന്നുള്ളത് കൊണ്ട് അന്ന് താടി എടുക്കും എന്നുള്ളത് കൊണ്ടാണ് നവംബർ 1-ന് താടി എടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ 31 രാത്രിയായപ്പോൾ കലശലായ അസുഖം ഉണ്ടാവുകയും മരണമടുക്കുന്നതായിട്ടും കണ്ടു. വികാരിയച്ഛൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും മരണത്തിൻ്റെ അവസാനത്തെ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി തയ്യാറെടുക്കുകയും ചെയ്തു. തൊമ്മച്ചൻ പറഞ്ഞു, അച്ഛൻ പൊക്കോളൂ, ഞാൻ മരണമെടുക്കുമ്പോൾ അച്ഛനെ തിരിച്ച് വിളിച്ചോളാം എന്ന് പറഞ്ഞു. രാത്രി 12 മണിയായപ്പോൾ അദ്ദേഹം അച്ഛനെ വിളിച്ചു, ഞാൻ മരിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വികാരിയച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കകം തൊമ്മച്ചൻ മരിക്കുകയാണ് ഉണ്ടായത്. ഞാൻ മരിക്കുമ്പോൾ അനാഥരെയും ഭിക്ഷക്കാരെയും ഒക്കെ സംസ്കരിക്കുന്ന ശവക്കോട്ടയിലൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് അവരോടൊപ്പം എന്നെയും അടക്കിക്കൊള്ളാൻ പറഞ്ഞു. പണ്ട് തേവറമ്പറമ്പിൽ കുഞ്ഞച്ചൻ മരിക്കുമ്പോൾ എസ്.സി. വിഭാഗക്കാരെ അടക്കുന്ന കല്ലറയിൽ അടക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് പാവപ്പെട്ടവരെയും ഭിക്ഷക്കാരെ അനാഥരെയൊക്കെ അടക്കുന്ന സ്ഥലത്ത് എന്നെ അടക്കിക്കൊള്ളാൻ, ഒരാർഭാടമില്ലാതെ അടക്കിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ സന്യാസി സഭയിലുള്ള ആൾക്കത് സമ്മതമല്ലാത്തതിനാൽ എടത്വ പള്ളിയുടെ ശവക്കോട്ടയിൽ വളരെ പ്രമുഖമായൊരു സ്ഥാനത്ത് അദ്ദേഹത്തെ അടക്കുകയും ഇന്ന് എടത്വ പള്ളി സന്ദർശിക്കുന്ന ഏവർക്കും പ്രാർത്ഥനയുടെ മധ്യസ്ഥതയുടെ ഒരു സ്ഥലമായി ആ കല്ലറ രൂപാന്തരം പ്രാപിക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൽ വളരെ പ്രമുഖമായൊരു പങ്ക് വഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുദേവനോടൊപ്പവും മന്നത്ത് പത്മനാഭനോടൊപ്പവും പരുമല തിരുമേനിയോടൊപ്പവും അങ്ങനെ 20-ാം നൂറ്റാണ്ടിലേക്ക് കേരളത്തെ കരുപ്പിടിപ്പിച്ച ആ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വളരെ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ മെത്രാപ്പോലിത്തയായിരുന്ന കുര്യാളശ്ശേരി മെത്രാച്ചനും അതുപോലെ തന്നെ പുത്തമ്പറമ്പിൽ തൊമ്മച്ചനും അവരുടേതായ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ മഹാനായ സാമുദായിക ആചാര്യൻ, സാമൂഹിക മാറ്റത്തിൻ്റെ കാവൽഭടനായ വ്യക്തി ഒരു വിശുദ്ധനാവുന്ന നാളുകൾ കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യയിലെ അൽമായരായ ക്രിസ്ത്യാനികൾക്ക് അനുകരണീയമായ വലിയ മാറ്റങ്ങൾ വരുത്തിയ, കർത്തവ്യങ്ങൾ ചെയ്ത ഈ അൽമായൻ്റെ പാതകൾ പിന്തുടരുവാൻ അൽമായരായി നമുക്കൊക്കെ ഭാഗ്യമുണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.